അകത്ത് നമ്മൾ ഇതുപോലെ ഗ്ലാസും വുഡും ഉപയോഗിച്ച് സൈഡ് ഫിക്സിങ്ങിലൂടെയാണ് ഗ്ലാസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. മുകളിൽ തേക്ക് വുഡാണ് കൊടുത്തിട്ടുള്ളത്. 12 mm ടഫ് ആൻഡ് ക്ലിയർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഫിക്സിങ് കൊടുത്തുകൊണ്ട് തന്നെ മാക്സിമം സ്പേസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുറത്തോട്ട് വരികയാണെങ്കിൽ നമ്മളിവിടെ SS ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്യൂബ് 2 ഗ്രണ്ടിന്റെ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ താഴെ ഫ്ലോറിൽ ഫിക്സിങ് ലെഗിലാണ് കൊടുത്തിരിക്കുന്നത്. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ആ ഒരു മോഡലാണ് അവിടെ സൂട്ടബിൾ. ഇവിടെ വീതി കുറഞ്ഞ സ്റ്റെയർ കേസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു 1500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് സ്റ്റെയർ കേസ് ആയിരിക്കും സാധാരണ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സൈഡിലായിട്ട് ബാത്റൂം അല്ലെങ്കിൽ വാഷ് ബേസിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, വിഡ്ത്ത് മാക്സിമം ഇവിടെ 90 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് സൈഡ് ഫിക്സിങ്ങിലൂടെ കൊടുക്കണം. ഇതുപോലെ നമ്മൾ സൈഡിൽ സ്റ്റഡ് അടിച്ചിട്ടാണ്, അതായത് SS-ന്റെ 30 ഗ്രേഡിലുള്ള SS-ന്റെ ഫിറ്റിങ്സ് കൊടുത്തിട്ടാണ് ഈ ഗ്ലാസ് ഹാൻഡ് റെയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഫിറ്റിങ്സ് നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ആളുകൾ ചോദിക്കാറുണ്ട് ഇതിന്റെ ബലം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇവിടെ ഇങ്ങനെ സൈഡിൽ കൊടുത്തത് കൊണ്ട് തന്നെ മാക്സിമം വിഡ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം വരുന്നത് നമുക്ക് ഈ ഒരു വുഡ് ടോപ്പിൽ പിടിക്കുന്ന ഈ വുഡ് നേരെ മുകളിലത്തെ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിന്റെ താഴോട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. ഈ ഒരു മുകളിലെ സ്റ്റെപ്പിൽ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പിൽ ലെഗ് അടിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ കുറച്ച് വിഡ്ത്ത് നമുക്ക് കുറയും. ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽ വരിക, സ്റ്റെപ്പിന്റെ മുകളിലൂടെ ചെയ്യുന്ന മോഡലാണെങ്കിൽ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മുകളിലൂടെ കറക്റ്റ് ത്രൂ ഔട്ട് ഇങ്ങനെ വന്ന് നമുക്ക് മുകൾക്ക് ഈ ഒരു വുഡ് കറക്റ്റ് ടേൺ ചെയ്ത് കയറാൻ പറ്റും. പക്ഷെ വിഡ്ത്ത് നമുക്ക് കുറച്ച് കുറഞ്ഞു പോകും. ഏകദേശം ഒരു 4 ഇഞ്ച് 10 സെന്റിമീറ്റർ 90 സെന്റിമീറ്റർ ആണ് വിഡ്ത്തെങ്കിൽ ഒരു 80 സെന്റിമീറ്റർ ആയിട്ട് മാറും. കാരണം ഹാൻഡ് റെയിലിന്റെ ആ ഒരു ടോട്ടൽ ഏരിയ വരുന്ന സമയത്ത് ലെഗ് കൊടുക്കുന്നതൊക്കെ വരുന്നത്. ഇവിടെ 2 2.5 സൈസിലുള്ള തേക്ക് വുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇനി പോളിഷിംഗ് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു ലെഗ് തന്നെ നമ്മൾ താഴോട്ട് ഇറക്കി കൊടുക്കുന്ന രീതിയിലാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോസ്റ്റ് മാത്രമേ ഇറക്കി കൊടുക്കൂ. അത് ഗ്ലാസിൻ്റെ ഒരു സേഫ്റ്റിക്കും ആ ഒരു സ്ട്രെങ്ത് കൂടുതൽ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. മുകളിൽ നമ്മൾ ത്രൂ ഔട്ട് ഞാൻ പറഞ്ഞ പോലെ ലെഗിലാണ് ചെയ്തിരുന്നെങ്കിൽ ത്രൂ ഔട്ട് പോകുമായിരുന്നു. ഇതിപ്പോൾ ഉള്ള പ്രോബ്ലം ഈ ലാസ്റ്റത്തെ 2 സ്റ്റെപ്പിൽ നമുക്ക് അത് പിടുത്തം ഹാൻഡ് റെയിലുള്ള പിടുത്തം കിട്ടില്ല. ഈ ലാസ്റ്റത്തെ 2 സ്റ്റെപ്പിൽ കിട്ടില്ല. മുകളിലും അതുപോലെ നമ്മൾ ഇതുപോലെ ഒരു പോസ്റ്റ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലും നമ്മൾ സൈഡ് ഫിക്സിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടും എന്നുള്ളതാണ് മാക്സിമം ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ കട്ടിങ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റെയർകേസ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള കട്ടിങ് വരും ഗ്ലാസ്സിൽ. കാരണം ഇതിൻ്റെ നേരെ താഴോട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ കട്ടിങ് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ എക്സ്ട്രാ നമ്മൾ ഗ്ലാസ് ഈ ഒരു കട്ടിങ്ങിലോട്ട് കയറ്റി കൊടുക്കാതിരുന്നത് അത് കാണുന്ന സമയത്ത് നമുക്ക് ആ ഷോ നഷ്ടപ്പെടും, ഒരു ബോറായിട്ട് മാറും. ഇവിടെ ഇനി നമുക്ക് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ടീം അവിടെ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലയൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം അങ്ങനെ ഇട്ടത്. ആ കറക്റ്റ് കട്ടിങ് കൊടുത്തുകൊണ്ടാണ് ഏറ്റവും നല്ലത്. മുകളിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. തേക്കിൻ്റെ അതേ മരത്തിലുള്ള പോസ്റ്റിന് താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. മുകൾക്ക് അത് ത്രൂ ഔട്ട് പിന്നീട് നേരെ ലാൻഡിങ് വരെ അത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ള കാര്യം നമുക്കിനി ഇതിൽ നല്ല സ്ട്രോങ് ആയിരിക്കും എന്ന് മാത്രം. ഇതിൽ നല്ല ബലമായിരിക്കും. ആളുകൾക്ക് ഈ ഒരു സൈഡ് ഫിക്സിങ് കൊടുക്കുന്ന സമയത്ത് ബലം ചോദിക്കാറുണ്ട്. അതുപോലെ ഗ്ലാസിൻ്റെ തിക്നെസ് കണ്ടില്ലേ, 12 mm 1/2 ഇഞ്ച് തിക്നെസ്സിൽ വരുന്ന ഗ്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സെൻഗോബിൻ്റെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു സ്പേസ് ഈ മുകളിലൂടെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഏരിയയിലൂടെയാണ് അത് വരിക. അപ്പം നമുക്ക് ആ ഒരു സ്പേസ് വീണ്ടും കുറഞ്ഞു പോകും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. ഈ ടൈപ്പ് ലെഗാണ് കേട്ടോ നമ്മൾ മുകളിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ലെഗാണ് അത് ചെയ്യേണ്ടത്. അതൊരു 6 ഇഞ്ച് പുറത്ത് ഇപ്പം നിങ്ങൾ കണ്ട രീതിയിലുള്ള അത്ര വലിപ്പം അല്ല ഉണ്ടാവും, അതിൽ കൂടുതൽ വലിപ്പം ഉണ്ടാവും. സ്റ്റെപ്പ് കയറി വരുന്നതായതുകൊണ്ട് കുറച്ച് സൈസ് ഉണ്ടാവും. 6 ഇഞ്ചെങ്കിലും മിനിമം വെക്കണം എന്നുള്ളതാണ്. പുറത്ത് നമ്മൾ ഔട്ട്സൈഡത്തെ വർക്ക് മുകളിലത്തെ സിറ്റ് ഔട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. മുകളിലത്തെ സിറ്റ് ഔട്ടിൽ നമ്മൾ ഒരു വാൾ ടു വാൾ ഒരു 3 മീറ്ററും 20 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് വരുന്ന ഒരു ഏരിയയാണ്. ചുമരിൽ നിന്ന് ഒരു ചുമരിലോട്ടുള്ള ത്രൂ ഔട്ട് ഏരിയ ആയത് കാരണം നമുക്കൊരു 10 അടി അല്ലെങ്കിൽ ഒരു 12 അടി വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഗ്ലാസ്സിൽ തന്നെ ഇത് ചെയ്യാം. ഇത് ഒറ്റ ഗ്ലാസ്സാണ്. ഗ്ലാസ്സിന് ജോയിൻറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റേത് നമുക്ക് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഗ്ലാസ്സിന് ജോയിൻറ്റ് കട്ടിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു കട്ടിങ് വിസിബിൾ ആവുമെന്ന് മാത്രം. പക്ഷെ നമുക്ക് അത്രേ ഓപ്ഷനേ ഉള്ളൂ, കൊടുക്കേണ്ട ഓപ്ഷൻ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് നമ്മൾ 2 സൈഡിൽ ത്രൂ ഔട്ട് ചുമരിൽ കൊടുത്തിരിക്കുകയാണ്. ലെഗായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പൈഗോട്ട് ലെഗാണ്. SS-ൻ്റെ സ്പൈഗോട്ട് ഫിറ്റിങ്സ് 4 ഇഞ്ചാണ് അതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ മുകളിൽ SS-ൻ്റെ ഗ്രൂപ്പ് പൈപ്പ് 2 സൈസിലുള്ള ഗ്രൂപ്പ് പൈപ്പ്
ടൈപ്പ് ഗ്ലോസി ഫിനിഷ് 304 ഗ്രേഡാണിത്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. ഈ ഉച്ച സമയമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെയിലത്ത് നമ്മൾ ഔട്ട് സൈഡിൽ വുഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ വുഡൊക്കെ ഡാമേജ് ആയി പോകും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഇത് ഈ ഒരു ട്യൂബാണ്, ഇതിൻ്റെ സെക്ഷനാണ്. ഇവിടെയാണ് നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നത്. അതിൽ സിലിക്കോണും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഗ്ലാസ് ഫിക്സിങ്ങിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്.